നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന വീട് കണ്ടോ? ഈ കാണുന്ന വീടിൻ്റെ ഓടെല്ലാം പൊളിച്ച് റെഡിയാക്കിയിട്ട് പൈപ്പ് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ചെറിയ വർക്കുമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുൾ വർക്കും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചു, അതിന് ചിലവായ പൈസ, ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ വർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടെല്ലാം പൊളിച്ചിറക്കി താഴെ ഇടക്കണം. അത് കഴിഞ്ഞിട്ട് കഴുക്കോലെല്ലാം പൊളിച്ച് റെഡിയാക്കിയിട്ട് ഭിത്തി ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അത് പോയി നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട വർക്ക്. ഓട് പൊളിച്ചിറക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം പട്ടികയൊക്കെ കുറച്ച് പഴക്കം ചെന്നതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉണ്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓർഡറൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴുക്കോലും അതുപോലെ തന്നെ ആദ്യം ഫിറ്റ് ചെയ്ത് എങ്ങനെയോ അതുപോലെ തന്നെ മെല്ലെ മെല്ലെ പൊട്ടിച്ചെടുത്ത് പുറത്തിറക്കണം. എല്ലാം താഴെ ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മെറ്റീരിയലൊന്നും ഇന്നലെ ഇറക്കി പെയിൻ്റ് അടിച്ച് വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പം പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ പണി മെയിൻ ഉത്തരം വെക്കുക എന്നുള്ളതാണ്. മെയിൻ ഉത്തരം ഏകദേശം ഒരു 1.5 മീറ്റർ ലെങ്തേ വരുന്നുള്ളൂ. അത് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ കോടി എന്ന് പറഞ്ഞാൽ 4 കോടി വരുന്നുണ്ട്. ആ 4 കോടി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ചിമ്മിനിയുടെ സൈഡിലോട്ടാണ് വരുന്നത്, അത് റെഡിയാക്കി എടുത്തു. പിന്നെ മെയിനായിട്ട് കഴുക്കോൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 എണ്ണം ആണ് വരുന്നത്, അതും കൂടി റെഡിയാക്കി എടുത്തു. അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചിറക്കി ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം കഴുക്കോലെല്ലാം വെച്ച് തീരാനായിട്ടുണ്ട് ഫുള്ള്. കാരണം പെയിൻ്റ് അടിക്കേണ്ട ഒരു ലാഗ് വന്നതുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഏകദേശം നമ്മൾ കുറച്ചും കൂടി വർക്ക് മുന്നോട്ട് പോയാൽ, അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള പണിയല്ലേ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓട് കഴുകുന്ന പണിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട് കഴുകുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്നിച്ച് നടക്കുന്നില്ല. അപ്പം വെൽഡിങ് ഇല്ലാത്ത ടൈമിലും വൈകുന്നേരങ്ങളിലും രാത്രിയൊക്കെയാണ് ഓട് കഴുകുന്നത്, കാരണം വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് നടക്കുന്നുണ്ട്. അതുകൂടെ തന്നെ നമ്മൾ പട്ടികയുടെ പണിയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കാതെ ഒരു സംഭവം കൂടിയാണ് മഴ. നമ്മൾ ഓടിന് പെയിൻ്റ് അടിക്കാൻ കൂടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ പെയിൻറ്റിങ് തൽക്കാലം ഉപേക്ഷിക്കുകയാണ്. പെയിൻറ്റിങ് നമ്മൾ വെച്ചിട്ടടിക്കാന്നുള്ളൊരു പ്ലാനിലേക്ക് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട് കഴുകി എല്ലാം റെഡിയാക്കി വെക്കുമായിരുന്നു, എന്നിട്ട് ഓട് വേഗം തന്നെ ഇടാം എന്നുള്ള ഒരു സംശയം. കാരണം കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും പെട്ടെന്ന് മഴ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഴ കിട്ടീന്, അപ്പം ഇങ്ങോട്ട് പെയ്തിട്ടില്ല. അപ്പം ഇവിടെ പെയ്തേക്കെന്നുള്ള ഇതിൽ നമ്മൾ പേടിയിൽ നമ്മൾ ഓട് വേഗം തന്നെ കയറ്റാനുള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പട്ടികയുടെ പണി തീർന്ന അവിടെ തന്നെ പ്രൈമർ ടച്ചപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ട് നമ്മൾ ഓട് കയറ്റാനുള്ള പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ഓട് ഫുള്ള് കഴുകി തീർന്നിട്ടില്ല. കഴുകി ഓട് വെച്ച് തീർക്കുക എന്നുള്ളതാണ് മെയിൻ. അതിൻ്റെ കൂടെ തന്നെ ഓട് ഒരാൾ കഴുകുന്നുണ്ട്. പിന്നെ ഈ വീട്ടിലുള്ള ചെക്കനും കൂടി കൂടിയിട്ടാണ് കഴുകുന്നത്. അവൻ കോട്ടെല്ലാം ഇട്ടിട്ട് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഓട് കഴുകുന്നത്. അതുകൊണ്ട് തന്നെ മേത്ത് കച്ചറിയൊക്കെ ആകാറുള്ള ഓട് കഴുകുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ചൊറിയും, കാരണം പായലൊക്കെ തെറിച്ചിട്ട്. അപ്പം അതുകൊണ്ട് പിറ്റേ ദിവസം അവന് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഓട് കഴുകുന്നത്. അപ്പോൾ ഓട് വെച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓട് നിരത്തി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യണം, മൂല വെക്കണം, അങ്ങനെയുള്ള വർക്കുകളും കൂടി പുറകെ വരുന്നുണ്ട്. അതിൻ്റെ വിഷയം കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഈ വീടിന് മൊത്തം ചിലവായ തുക എന്ന് പറയുമ്പോൾ നമ്മൾ ലേബർ, വർക്ക്, മെറ്റീരിയൽ എല്ലാം കൂടി കൂടിയിട്ട് 1,10,000 1,10,000 രൂപയുടെ വർക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പെയിൻറ്റിങ്ങും കൂടി എക്സ്ട്രാ വരും. പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോൾ പെയിൻറ്റിൻ്റെ പൈസയും കൂടി വരുമ്പോഴത്തേക്കും ഒരു 10,000-20,000 രൂപയും കൂടി എക്സ്ട്രാ വരും. പെയിൻറ്റിങ് ഇല്ലാണ്ട് കഴുകുന്ന പൈസയെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രയും ചിലവ് വരുന്നുണ്ട്. നമ്മൾ തന്നെ പൊളിച്ചിറക്കി മൊത്തം കരാറെടുത്ത് പറയുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 3 ഉത്തരവും കാര്യങ്ങളും അല്ല, പിന്നെ 3 കഴുക്കോലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പട്ടികയായിട്ട് നമ്മൾ 3/4 പൈപ്പും എല്ലാം നമ്മൾ 16 ഗേജിൻ്റെ പൈപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മൂലയോട് കട്ട് ചെയ്തിട്ട് സിമെൻറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം കൂടിയുള്ള ലേബറാണ് നമ്മൾ പറയുന്നത്, പണി ആണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓടും കൂടി മൂലയോട് സിമെൻറ്റും കൂടി വെച്ചാൽ കംപ്ലീറ്റ് ആവും. അപ്പം മൂലയോട് സിമെൻറ്റ് തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂലയോടിൻ്റെ വർക്ക് നടക്കുന്നതിനിടക്ക് നമുക്ക് ചെറുതായിട്ട് പണി കിട്ടി. 2-3 മൂല കഴിഞ്ഞ് 4ാമത്തെ മൂല തേച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഉച്ചയാകുമ്പോഴത്തേക്കും മഴ വന്നിന്. അപ്പം മഴ വന്നിട്ട് കുറച്ച് മൂടിയൊക്കെ ഇട്ട്, പക്ഷേ കാര്യമായി മഴ പെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ദിവസം തന്നെ വർക്ക്
തീർക്കാൻ പറ്റിയില്ല. കാരണം മഴ പെയ്ത് ഇളകിപ്പോയി കഴിഞ്ഞാൽ നല്ലോണം മഴ പെയ്തില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിന് അത്ര പെയ്തില്ല, എന്നാലും മഴ പെയ്തിനെ അതുകൊണ്ട് കുറച്ച് നനയേണ്ടി വന്നു. അപ്പോൾ വർക്ക് ആ ദിവസം തന്നെ നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടായ. അപ്പോൾ വർക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകളും വർക്കുകളും നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ നമ്മൾ ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക, അതുപോലെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പേജിൽ ഇടുന്ന വീഡിയോസ് മൊത്തം നമ്മുടെ സ്വന്തം വർക്കും അതിന് റിലേറ്റഡുള്ള വീഡിയോകൾ മാത്രമേ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ വീടൊക്കെ ചെയ്യുന്നവരും ഇതുപോലെയുള്ള ചെറിയ വർക്കുകളും വീടുകളൊക്കെ ചെയ്യാനുള്ളവർക്കും എല്ലാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്ത് വെക്കണം, നോട്ടിഫിക്കേഷൻ ഓണാക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ വീടൊക്കെ ചെയ്യുമ്പോൾ മൂലയോട് സിമെൻറ്റ് ചെയ്താണോ വെക്കാറല്ല സിമെൻറ്റ് ചെയ്യാതെ വെക്കലുണ്ടോ? സിമെൻറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എലിയൊക്കെ ഇളക്കി കളയാതിരിക്കാൻ എപ്പോഴും സിമെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാഭം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ സിമെൻറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചെറിയൊരു എക്സ്പെൻസ് കൂടുതൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറവ് കിട്ടും. അപ്പം സിമെൻറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അത്ര പെട്ടെന്ന് ഇളകി പോകുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.